അവരും നാളെ ആഖിറത്തിൽ പ്രയാസപ്പെടും, റബ്ബിന്റെ കാരുണ്യമുണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉറക്കെ പറയും സയ്യിദുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ കൂട്ടർ വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്നവനാണ്. കള്ള സത്യം ചെയ്യാ, അനാവശ്യമായിട്ട് സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി അവൻ സത്യം ചെയ്യുക. കച്ചവടക്കാരൊക്കെ ശ്രദ്ധിച്ചോ, അത് ഫ്രൂട്ട്സ് കച്ചവടക്കാരനായിരുന്നാലും പച്ചക്കറി കച്ചവടക്കാരനായിരുന്നാലും എന്ത് കച്ചവടമാണോ ഹലാലായ കച്ചവടമാണ് നീ നടത്തുന്നത് എങ്കിൽ അതിൽ നീ ശ്രദ്ധിച്ചോ. എന്താ ഹലാലായ കച്ചവടം എന്ന് പറഞ്ഞത്? ഹറാമായ കച്ചവടം നടത്താൻ പാടില്ല, അതിൽ നിനക്ക് എന്തായാലും ശിക്ഷയുണ്ടാവും. ഹലാലായ കച്ചവടത്തിൽ തന്നെ നീ ശ്രദ്ധിക്കണം. വെറുതെ കച്ചവടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമുണ്ട്, കച്ചവടക്കാരെ ശ്രദ്ധിക്കേണ്ട എത്രയോ കാര്യമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ് വവൈലുൽ ലിസ്സാനി മിൻ ഗദി വബഅദ ഗദി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കച്ചവടക്കാർക്ക് സർവനാശമാണ്. ബിലാ വല്ലാഹ് വലാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനം വിൽക്കുന്നവരെ നാശമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധനം മുന്നിൽ വെച്ചിട്ട് പറയാം, സൂപ്പർ സാധനമാണ്, അടിപൊളി ഐറ്റാണ്, നല്ല അടിപൊളി മാങ്ങയാണ്, നല്ല സാധനമാണ് എന്ന് പറഞ്ഞ ക്വാളിറ്റി പറഞ്ഞിട്ട് വിൽക്കാൻ. കച്ചവടം ചെയ്യാത്ത ആരും ഉണ്ടാവൂലല്ലോ, ഒക്കെ കച്ചവടക്കാരുണ്ടാവും ഇതിനിടയിൽ. ശ്രദ്ധിച്ചോ, കച്ചവടം നടത്തുന്നവരെ ശ്രദ്ധിച്ചോ. സാധനം ക്വാളിറ്റി ഇല്ലാത്തതാണ് നീ വിളിക്കുന്നത് എങ്കിൽ അല്ലാഹയെ തന്നെയാണ് സത്യമെന്ന് സത്യം ചെയ്തുകൊണ്ടാണ് നീ കച്ചവടം നടത്തുന്നത്. അതേ രീതിയിൽ അല്ല എങ്കിൽ നാശമാണ് കേട്ടോ, നാശമാണ് കച്ചവടക്കാർക്കെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കച്ചവടമൊക്കെ നല്ലതാ, നല്ല രീതിയിൽ കച്ചവടം ചെയ്താൽ അവൻ നബിമാരോടൊപ്പമാണ്. ഹദീസുണ്ട്. സമയമില്ല, ഇല്ലെങ്കിൽ അതൊക്കെ കച്ചവടക്കാരെന്ന് പറഞ്ഞൊരു വിഷയം വെക്ക്, അപ്പൊ പറയാം. കച്ചവടക്കാരെന്ന് പറഞ്ഞൊരു വിഷയം വെക്ക്, അപ്പൊ ഇൻഷാ അല്ലാഹു സംവദിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരെ ചൊവ്വ കച്ചവടം ചെയ്താൽ അതുകൊണ്ട് സ്വർഗ്ഗത്തിലെത്തും. ഞാൻ വെറുതെ പറയില്ല, ഹദീസ്. قال رسول الله صلى الله عليه وسلم التاجر الصدوق الأمين مع النبيين والصديقين والشهداء والصالحين. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സത്യസന്ധനായ അൽ അമീനായ കച്ചവടക്കാരുണ്ടോ, കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുന്നവരുണ്ടോ, അവർ തീർച്ചയായും അമ്പിയാക്കളോടൊപ്പമാണ്, അവർ തീർച്ചയായും സിദ്ദീഖുൽ അക്ബറിനോടൊപ്പമാണ്, അവർ തീർച്ചയായും ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ഷഹീദായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ് യഥാർത്ഥ കച്ചവടക്കാരി എന്ന് ഹബീബായ റസൂലുള്ളാഹി. കച്ചവടക്കാർക്ക് കിട്ടുന്ന കൂലി ചെറുതല്ല, സത്യസന്ധത ഉണ്ടാവണം, അവിടെയാണ് വിഷയം. അതില്ലെങ്കിൽ പോയി. ആരോടൊപ്പമാണ് പറയുന്നത്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പരമ്പരയോടൊപ്പമാ ഈ ദുനിയാവിലെ സത്യസന്ധമായ കച്ചവടം ചെയ്താലെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടുന്ന കൂലി ചെറുതല്ല, സത്യസന്ധത ഉണ്ടാവണം. പക്ഷെ അധിക കച്ചവടക്കാർക്കും അതില്ലാതെ പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഓൺലൈൻ പർച്ചേസ് ആണല്ലോ. ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ആമസോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ സാധനങ്ങൾ വീട്ടിലിരുന്നിട്ട് ചാള വരുത്തുന്ന കാലഘട്ടമാണ്. വീട്ടിലിരിക്കുക, രണ്ട് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കുക. ആമസോൺ ആപ്പ് എടുത്തിട്ട് നല്ല ആവോലി മാർക്കറ്റിലുണ്ട്, റാഹത്ത്. ഇവിടുന്ന് വാങ്ങുന്നതിനൊക്കെ കുറച്ചുകൂടി ലാഭമുണ്ട്. കാസർഗോഡ് ടൗണിൽ അങ്ങാടി വിൽക്കുന്ന ഹവാൻ്റെ നിന്ന് വാങ്ങാണ്, ഇവിടെ അടിച്ചു കൊടുക്കും പൈസ. അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുന്നു, ആൾ ഇവിടെ കൊണ്ടുവരും, ബൈക്കിൽ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കും. മുമ്പതിലെ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ നാടുകളുണ്ട്. ഇപ്പൊ അതിനേക്കാൾ സജീവമാണ് ആമസോണും ഫ്ലിപ്കാർട്ട് മുഖേനയൊക്കെ നെറ്റ് മുഖേന സാധനങ്ങൾ വരുത്താം. മീൻ വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യുന്നു, സാധനങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാം. എന്തും കിട്ടും, വീട്ടിലിരുന്നുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ലോകം വികസിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഉലമാക്കൾ ഇടക്കലെ ചർച്ചയുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ പറയുന്നു, പറ്റും. അത് സലമ് കച്ചവടത്തിന്റെ ബാബിൽപ്പെട്ടതാണ്. സലമ് കച്ചവടം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. സാധാരണ രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർ, ഇവിടെ ശ്രദ്ധിക്കണേ, ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ട് അത് പറ്റുമെന്നുള്ളതാണ്. രണ്ട് രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, സാധനങ്ങൾക്ക് നമ്മൾ നേരത്തെ പൈസ കൊടുക്കൂല. സാധനങ്ങൾ നമ്മൾ അതിന്റെ മോഡലൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യും. അത് ഇവിടെ അതിന്റെ ആളുകൾ ഇവിടെ എത്തും, അതിന്റെ ഏജൻസി ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നേരിട്ട് പൈസ കൊടുക്കും. അതെന്തായാലും പറ്റുന്നതാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ അങ്ങനെയാണ് വാങ്ങുന്നത്. കടയിൽ പോകുന്നു, സാധനങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടുവരുന്നു, ബില്ലടിക്കുന്നു, പൈസ കൊടുക്കുന്നു. അത് പറ്റും. രണ്ടാമത്തത്, അതാണ് പറ്റുമോ ഇല്ല എന്നുള്ളത് ചർച്ചയുള്ളത്. അത് സലമ് കച്ചവടത്തിന്റെ രീതിയാണ്. സലമ് കച്ചവടം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പൈസ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു, അക്കൗണ്ട് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് സാധനങ്ങൾ, ഷൂ വേണം, ചെറുപ്പക്കാർക്ക് ഷൂ വേണം, അഡിഡാസിന്റെ ഷൂ വേണം, ഇല്ലെങ്കിൽ നല്ല കമ്പനിയുടെ ഡോക്കം മാർക്കിന്റെ ഷൂ വേണം. ഇന്നിപ്പോ ചെറുപ്പക്കാരൊക്കെ അതൊക്കെ ഉള്ളു, കൂടിയത് അണിയുള്ളൂ. നല്ല ടീഷർട്ട് വേണം, നല്ല പാൻസ് വേണം, നല്ല ചുരിദാറിന്റെ മെറ്റീരിയൽ വേണം. ഇതൊക്കെ ഇങ്ങനെ അവർ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കും. അപ്പൊ അതിലൂടെ അവർ പൈസ എടുക്കും, സാധനം നമ്മുടെ വീട്ടിലേക്ക് പിന്നീട് വരും. അത് പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ നോക്കണം, സാധനങ്ങൾ പറ്റുന്നതാണോ നോക്കണം. മാത്രമല്ല അതിനകത്ത് മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലിശ വരാതെ ശ്രദ്ധിക്കണം. ഓഫറൊക്കെ ഉണ്ടാകും. 25,000 രൂപയുടെ സാധനം ഇതാ നിങ്ങൾക്കിതാ 10,000 രൂപയ്ക്ക് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓഫർ ഉണ്ടാവും. പക്ഷേ ആദ്യം നിങ്ങൾ 500 അടച്ചാൽ മതി. പിന്നെ ഗഡുക്കളായിട്ട് മാസം തോറും ഇത്ര വെച്ച് അടച്ചടച്ച് അവസാനം 11 മുകളിൽ അല്ലെങ്കിൽ 10 മുകളിലേക്ക് 1 രൂപ വന്നാൽ തന്നെ അത് പലിശയായി. അപ്പോൾ അടവ് ഗഡുക്കളായിട്ട് അടയ്ക്കുമ്പോൾ 10 മുകളിലേക്ക് അല്ലെങ്കിൽ പറയുന്ന തുകയ്ക്ക് മുകളിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ ആ സാധനം വാങ്ങൽ ശറഈൽ അനുവദനീയമല്ല. കുറവാണ് വരുന്നെങ്കിലും ഓക്കെ, രക്ഷപ്പെട്ടു. അതിന് മുകളിലോട്ട് വരാൻ പാടില്ല. പലിശ അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിലുടനീളം ഇപ്പൊ കടന്നു വന്നിരിക്കുകയാണ്. എത്രയോ കടന്നു വന്ന് മൊബൈൽ ഫോൺ വരെ ഇപ്പൊ പലിശ കയറി വന്നിട്ടില്ലേ? മൊബൈൽ ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് പൈസ തീരുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥലത്ത് പെട്ടു നിൽക്കായിരിക്കും. ഇപ്പൊ ചെറുപ്പക്കാർ കോള് ചെയ്യും, അല്ലെങ്കിൽ സഹോദരിമാര് കോള് ചെയ്യുമ്പോ കോള് പോകുന്നില്ല. ഇപ്പൊ പറയും നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് ഇപ്പൊ തീർന്നിട്ടുണ്ട്, അജിയരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാലൻസ് നമ്മൾ തരാം, 15 രൂപ നമ്മൾ തന്നേക്കാം. പക്ഷെ അടുത്ത റീചാർജിൽ 18 രൂപ എന്റെ കയ്യിൽ നിന്ന് ഈടാക്കും. കേട്ടിട്ടില്ലേ? അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളവരെന്ന് കൈയുർത്തിക്കുക, നോക്കട്ടെ. അപ്പൊ നെക്കിയിട്ടുള്ളവരെന്ന് കൈയുർത്തിക്കുക, അത് നോക്കട്ടെ. വേണ്ട, അങ്ങനെ നെക്കിയിട്ടുണ്ട് എങ്കിൽ അതാണ് പലിശ എന്ന് പറയും. നമ്മൾ വേഗം പെട്ടിട്ട് എന്ത് ചെയ്യും? വേഗം അങ്ങ് നെക്കി കൊടുക്കും. 15 രൂപ ഇപ്പൊ നിനക്കിതാ നിന്റെ കയ്യിലോട്ട് ഇപ്പം സ്പോട്ടിൽ തരും, നീ ആ 2-1 നെക്കിയാൽ മതി, ഇല്ലെങ്കിൽ ആ 1-1 നെക്കിയാൽ മതി എന്ന് പറയും. ആ പറയുന്നവന്റെ പേരാണ് ഇബ്ലീസ്. ഇബ്ലീസ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ പറയുന്നതൊക്കെയാണ്, അതാണ് ഇബ്ലീസ്. മനസ്സിലായില്ലേ? നമ്മൾ ഒന്നിലങ്ങ് നെക്കുമ്പോ സെക്കൻഡിനുള്ളിൽ പൈസ ഇതാ വന്നിട്ടുണ്ട്, ബാലൻസ്. നമ്മൾ അവർക്ക് രക്ഷപ്പെട്ട് 15 രൂപ കിട്ടിയല്ലോ. പക്ഷെ അടുത്ത റീചാർജിൽ നിന്റെ കയ്യിൽ നിന്ന് 18 പിടിക്കുമെന്ന് പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ചില്ല. ആ 3 രൂപയാണ് സഹോദര പലിശ എന്ന് പറയുന്നത്. അതാണ് റിബ, അതാണ് പലിശ. അല്ല നമ്മൾ മനസ്സിലാക്കിയത് അനേകെട്ടും ശാളുമൊക്കെ ഇട്ടിട്ട് വരുന്ന ഏതോ ഒരാളാണ് പലിശ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കേണ്ട. ഇതാണ് പലിശ എന്ന് പറയുന്നത്. ആ 3 രൂപ നമ്മളിന്ന് പിടിക്കും, അതാണ് പലിശ. അപ്പൊ നമ്മളിൽ എത്രയോ സഹോദരങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്, എത്രയോ സഹോദരിമാര് അശ്രദ്ധരായിട്ട് ഇതുവരെ ചെയ്തു പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഓൺലൈൻ പർച്ചേസ് നടത്തിക്കോ, സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നോ, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ പലിശ വരാതെ നോക്കണം. സാധനത്തിന്റെ മൊത്ത തുകയേക്കാൾ കൂടുതലായിട്ട് വരുന്നുണ്ടോ അത് ശ്രദ്ധിക്കണേ, അത് പലിശ ഇനത്തിൽ പെടുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.